Namaste. Welcome to Annie's Kitchen and you're watching Annie's Kitchen with Annie. എന്നാ സ്പെഷ്യൽ എന്നല്ലേ? ഒരു സ്പെഷ്യൽ എന്നാന്ന് ചോദിച്ചാൽ കറി ഇന്ന് സ്പെഷ്യലാണ്. അല്ലാതെ ഇന്ന് ഒത്തിരി ബഹളം വെച്ച കറികൾ ചെയ്യണ്ടെന്ന് വിചാരിച്ചു. പക്ഷെ ഒരു കാര്യം എന്നാന്ന് വെച്ചാൽ ഈ കറി കുറച്ച് എബ്രോഡ് സാധനമാണ്, ഒരു ഫോറിൻ സ്റ്റൈലാണ്. 2-3 പ്രാവശ്യമായിട്ട് അത് ചെയ്യുന്നു. ഈ ഫോറിനേഴ്സിന് മിക്കവാറും ഞാൻ ചെയ്യുമ്പോൾ ഉണ്ടല്ലോ, എനിക്ക് തോന്നുന്നു മിക്ക റെസിപ്പീസും അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എല്ലാം ഓൾമോസ്റ്റ് സെയിമാണ്, വലിയ പണിയൊന്നുമില്ല. പക്ഷെ ഒരു റിച്ചാണ് സാധനം. അതുകൊണ്ട് നമ്മുടെയൊക്കെ ശരീരത്തിന് ഇത് എപ്പോഴും പറ്റുകയില്ല. പിന്നെ ഈ പറഞ്ഞ പോലെ മസാല ഒക്കെ ഒത്തിരി കുറവാണ്. അവർക്ക് കൂടിപ്പോയ ഉപ്പും കുരുമുളകും ഒക്കെ ഉള്ളൂ മാക്സിമം സ്പൈസി എന്ന് പറയുന്നത്. ചില സമയത്ത് റെഡ് ചില്ലി ഫ്ലേക്സ് ഇടും, ഇത്രയേ ഉള്ളൂ. പക്ഷെ ടു എ ലിമിറ്റ് അത് നല്ലത് തന്നെയാണ്. കാര്യം ഒത്തിരി മസാലാസ് നമ്മുടെ ഇൻഡസ്റ്റൈനിലോട്ടും വയറ്റിലോട്ടും ഒക്കെ ചെല്ലുന്നത് നല്ലതല്ലെന്ന് പറയും. കാര്യം നമ്മൾ പക്ഷേ ശീലിച്ചേക്കുന്നത് ഇറച്ചിയും മീനും ഒക്കെ കുറച്ച് ഉപ്പും എരിവും പുളിയും ഒക്കെ കൂട്ടിയാണ് ശീലിച്ചേക്കുന്നത്. എന്നാൽ ഹെൽത്തിന് അത്രയും നല്ലതുമല്ല. ഇതൊക്കെ നല്ലപ്പോഴൊക്കെ ശീലിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, വല്ലപ്പോഴും, എപ്പോഴും വേണ്ട. ഇനി ഒത്തിരിയും പണി കിടന്നേച്ച് ഒത്തിരി പണി ചെയ്തേച്ച് എന്നാ പറയുക, ഇന്ന് ഇച്ചിരി ലൈറ്റായിട്ട് ചെയ്യാം എന്ന് വിചാരിച്ചാൽ ഇങ്ങനത്തെ കറി വെക്കാവുന്നതേ ഉള്ളൂ, കുഴപ്പമൊന്നുമില്ല. ഇന്ന് ചെയ്യാൻ പോകുന്ന ഒരു ഫ്രഞ്ച് ചിക്കനാണ് ചെയ്യാൻ പോകുന്നത്. നമ്മളിവിടെ ഫ്രഞ്ച് ഓണിയൻ ചിക്കൻ ചെയ്തായിരുന്നു. അതേപോലെ ഇപ്രാവശ്യം ചെയ്യുന്നൊരു ഫ്രഞ്ച് ചിക്കൻ. അത് വലിയ ബഹളങ്ങളൊന്നുമില്ല. എന്നാൽ ബഹളം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല കേട്ടോ, വലിയ ബഹളമൊന്നുമില്ല, കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയ സാധനങ്ങൾ എന്നാന്ന് വെച്ചാൽ, ഫസ്റ്റ് ഞാനിവിടെ ചെയ്തേക്കുന്നത് കുറച്ച് ചിക്കൻ്റെ ബ്രസ്റ്റ് പീസ് മേടിച്ചേച്ച് ഒരു ബ്രസ്റ്റിനെ തന്നെ 3ആയിട്ട് മുറിച്ചെടുത്തേക്കുക. അല്ലാതെ ഒന്നും ചെയ്തിട്ടില്ല. ഇതല്ല, ഏറ്റവും കൂടുതൽ സ്വാദ് ഏതാണെന്നറിയാവോ? നമ്മുടെ ചിക്കൻ തൈസിനാണ്. അതായത് തൊടഭാഗം നമ്മൾ ചെയ്യുവാന്നേൽ ടേസ്റ്റ് ഉള്ളൊരു ഭാഗം അതാണ്. അപ്പം അത് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടെ ടേസ്റ്റാണ്. ഇനി വേണ്ടിയ സാധനങ്ങൾ എന്നാന്ന് വെച്ചാൽ, കുറച്ച് ഉപ്പ്, ഇത് കുറച്ച് കുരുമുളക് പൊടിയാണ്. അതല്ല അപ്പം തന്നെ പൊടിച്ചിടണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. പിന്നെ ഇത് കുറച്ച് ഒലീവ് ഓയിൽ, ഇതല്ലെങ്കിൽ റിഫൈൻഡ് ഓയിൽ ഉപയോഗിക്കാം. ഇത് ഉപ്പുള്ള ബട്ടറാണ്. അപ്പോൾ പിന്നെ ഉപ്പില്ലാത്തതാണെങ്കിൽ കറിയിൽ ഉപ്പ് ചേർക്കുമ്പോൾ നോക്കിക്കോണം. പിന്നെ ഉള്ളത് ചെറിയ ഉള്ളിയാണ്. ചെറിയ ഉള്ളി സാധാരണഗതിയിൽ അവിടെയൊക്കെ കിട്ടുന്ന ഒത്തിരി വലുതാണ്, നമുക്ക് ഇച്ചിരി ചെറുതാണ്. പക്ഷെ എന്നാലും ചോപ്പ് ചെയ്തെടുത്താൽ അത്രയും നല്ലത്. ഇനിയുള്ളത് കുറച്ച് ചിക്കൻ സ്റ്റോക്കാണ് എടുത്തേക്കുന്നത്. അത് നമ്മുടെ എല്ലാം കൂടി ഇട്ടേച്ചൊന്ന് തിളപ്പിക്കുമ്പോൾ ഉണ്ടല്ലോ, ഇങ്ങനത്തെ ഫോറിൻ ഡിഷസ് ചെയ്യുമ്പോഴത്തേക്ക് ഒരു ഉള്ളി, കുറച്ച് ഇഞ്ചി, കുറച്ച് സെലറി, ക്യാരറ്റ്, ഇതെല്ലാം കൂടി ഇട്ടേച്ച് അതിൻ്റെ ബ്രോത്ത് ഉണ്ടാക്കുവാണെങ്കിൽ കുറച്ചുകൂടെ ടേസ്റ്റാണ്. പക്ഷെ നമ്മൾ അത്രയും മെനക്കെടാൻ നിൽക്കുകയല്ല. ഈ കറിക്കാണെങ്കിൽ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാൻ. കാര്യം ഈ കറിക്കും ഇതെല്ലാം വേണം. അപ്പം പിന്നെ അതിൻ്റെ കൂടെ 2 തണ്ട് അതിനകത്തോട്ട് ഇടുന്നതുകൊണ്ട് നഷ്ടമൊന്നുമില്ലല്ലോ. പിന്നെ എന്നാ വേണ്ടിയെന്ന് വെച്ചാൽ, കുറച്ച് ക്യാരറ്റ്, ഇത് ചെറുതായിട്ട് അരിഞ്ഞേക്കുക. പിന്നെ ഉള്ളത് സെലറി, ഇത് ഭയങ്കര ഓപ്ഷണലാണ്. കിട്ടുവാണെങ്കിൽ മാത്രം ഇട്ടാൽ മതി, ഇല്ലെങ്കിൽ വിട്ടേക്കുക. ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഉള്ളിത്തണ്ട് കിട്ടുകയില്ലേ, അതായാലും മതി. പിന്നെ കുറച്ച് ഫ്രഷ് ക്രീം. പിന്നെ ഇപ്പോൾ പറയാൻ പോകുന്നതാണ് മസ്റ്റേർഡ് പേസ്റ്റാണിത്. ഇത് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലെ കടുകെടുത്ത് അരയ്ക്കരുത്. ഞാൻ പരീക്ഷണം ചെയ്തപ്പോൾ ഉണ്ടല്ലോ അങ്ങനെ ചെയ്തു. മസ്റ്റേർഡ് കടുക് പേസ്റ്റ് അരച്ചാൽ പോരെ എന്നൊക്കെ പറഞ്ഞ് ചെയ്തപ്പോൾ എന്നാന്ന് വെച്ചാൽ നല്ല ഉഗ്രം കയ്പായിരുന്നു. അതുകൊണ്ട് അത് ചെയ്യരുത്. ഇനിയുള്ളത് കുറച്ച് മൈദ ഗ്ലൂട്ടൻ ഫ്രീ ഉള്ള അലർജി ആൾക്കാർക്കാണെങ്കിൽ ഇത് വേണ്ട. അതിന് പകരം കോൺഫ്ലവർ എടുത്താൽ മതി, അല്ലെങ്കിൽ അരിപ്പൊടി എടുത്തേച്ചാൽ മതി. പിന്നെ വേണ്ടിയത് കുറച്ച് റെഡ് വൈനോ അല്ലെങ്കിൽ വൈറ്റ് വൈനോ, ഇതിലേതായാലും കുഴപ്പമൊന്നുമില്ല. ഇനി നമുക്ക് വേണ്ടിയത് കുറച്ച് ഏതെങ്കിലും ഒരു ഹേർബ്, മിക്സ്ഡ് ഹേർബാണെങ്കിൽ ബെസ്റ്റ്. ഇതിപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്ന റോസ്മേരിയുടെ ഇലയാണ്. ഞാൻ പറഞ്ഞില്ലേ, റോസ്മേരിയുടെ ഇലയൊക്കെ ഇപ്പോൾ ഇവിടെ ഉണ്ടാവും. പക്ഷേ ഇത് കണ്ടോ, ഇത് ഡ്രൈഡ് ആണ്. ഇതേപോലെ ഞാൻ നേരത്തെ ഞാൻ പല റെസിപ്പീസിലും പറഞ്ഞിട്ടുണ്ട്. ഇതേപോലത്തെ പല ഡ്രൈഡ് ലീവ്സ് വാങ്ങിച്ചു വെക്കുവാണെങ്കിൽ ഇതേപോലത്തെ എബ്രോഡിലൊക്കെ ഉണ്ടാക്കുന്ന പോലത്തെ കറികളൊക്കെ നമുക്ക് ചെയ്യാൻ നോക്കും. എന്നൊന്നും വേണ്ടെന്നേ, നല്ലപ്പം മതി. ഇനിയിപ്പോൾ ഫസ്റ്റ് ചെയ്യാൻ പോകുന്നത് എന്നാന്ന് വെച്ചാൽ, നമുക്ക് ഈ ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്യണം. മാരിനേഷൻ എന്ന് പറഞ്ഞാൽ ഒരുപാട് വലിയ മാരിനേഷനൊന്നും ഇല്ല. ഉപ്പും കുരുമുളകും തിരുമ്മി വെക്കുക, അത്രേ ഉള്ളൂ. അത് വെക്കുക എന്ന് പറഞ്ഞാൽ ഒരുപാട് നേരവും ഇല്ല, അപ്പം തന്നെ അങ്ങ് വറക്കാനിടുക. ഈ പറഞ്ഞ പോലെ ബാക്കിയെല്ലാം അങ്ങ് ചേർക്കാനുള്ളതല്ലേ, അതുകൊണ്ട് അത് വേവുകയും ചെയ്യും. മസാല പിടിക്കാനും വേണ്ടിയിട്ടൊന്നും ഇല്ലതാനും. ഫസ്റ്റ് ഇതുണ്ട്, നമ്മുടെ ഈ ചിക്കനെല്ലാം ഒന്ന് ഉപ്പും കുരുമുളകും എല്ലാം ഇട്ടൊന്ന് പുരട്ടി വെക്കാം. അത് വെന്ത് വരുമ്പോൾ കുറച്ച് കട്ടി തോന്നുന്ന പീസസാണ് ഞാനിപ്പോൾ ഇതിനകത്തിട്ട്. ബാക്കി നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം, വേറെ എന്തെങ്കിലും ആവശ്യം വന്നാലോ. ഇതിനകത്തോട്ട് ഒരു ഇച്ചിരി ഉപ്പും കുറച്ച് കുരുമുളകും, അതല്ല ഇനിയിപ്പം പാനിനകത്തിട്ട് തിരിച്ചു മറിച്ച് വിടുമ്പോൾ ഉപ്പും കുരുമുളകും തേച്ചാലും മതി. പക്ഷേ എനിക്കത് ഇഷ്ടമല്ല.
നമ്മളെല്ലാവരും ഓരോ സാധനങ്ങൾ ചെയ്യുമ്പോഴും ഓരോ പോളിസീസ് എടുക്കുമല്ലോ. അത് ചെയ്താൽ എന്താ കുഴപ്പം എന്ന് ചിന്തിക്കില്ല. അതിനു മുമ്പ് നമ്മുടെ മനസ്സിനും ഒക്കെ തൃപ്തി തോന്നുന്ന പോലെ നമ്മൾ ചെയ്യത്തുള്ളൂ. ഇങ്ങനെ ചെയ്താലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പാനിനകത്തിട്ട് തിരിച്ചു മറിച്ച് വിടുമ്പോൾ ചെയ്യുന്നതും ഏതാണ്ടൊക്കെ ഒരുപോലെ ഉള്ളൂ. പക്ഷെ ആരംഗീകരിക്കാനോ അല്ലേ? ഇനി എന്നാ ചെയ്യുന്നത്? ഇത് മാരിനേറ്റ് ചെയ്ത് ഈ മസാല ഇതിനകത്ത് പിടിക്കാനോ അങ്ങനെയൊന്നും ഞാൻ നിൽക്കുന്നില്ല. അടുപ്പ് അങ്ങോട്ട് കത്തിച്ചേച്ച് ഫസ്റ്റ് കുറച്ച് ഒലീവ് ഓയിൽ ഒഴിച്ച് ഞാൻ ആ ചിക്കൻ ഒന്ന് വറുത്തെടുക്കാൻ പോകാം. വറുക്കാന്ന് പറഞ്ഞാൽ നല്ലൊരു ബ്രൗൺ കളറായിട്ട് വറുത്തെടുക്കണം. ബ്രൗൺ എന്ന് പറഞ്ഞാൽ നമ്മൾ ചിക്കൻ ഫ്രൈ ഒക്കെ ചെയ്യുകയല്ലേ, മസാല പുരട്ടി വെച്ച്, അത്രയല്ല. എപ്പോഴും ഞാൻ പറയുന്നില്ല, പനീറൊക്കെ നമ്മൾ വറുത്തെടുക്കുന്ന പോലെ മേളിൽ കുറച്ചൊരു ബ്രൗൺ ആയിട്ട് കോട്ട് ചെയ്ത് വന്നാൽ മതിയേ. അപ്പോൾ എൻ്റെ ഒലീവ് ഓയിൽ കുറച്ച് ഒഴിക്കുക. രണ്ടാമത് നമ്മൾ ഈ ക്യാരറ്റും ഉള്ളിയും ഒക്കെ ഇടുകയല്ലേ, ആ സമയത്ത് നമുക്ക് ബട്ടർ ചേർക്കാവേ. ഇതിനകത്തോട്ട് ഞാൻ ഇടുക. ഇല്ലെങ്കിൽ എന്നാ പറയുക, എണ്ണ ചൂടാവുന്നതിന് മുമ്പ്, ചൂടായി കഴിഞ്ഞിട്ട് കഴിയുമ്പോൾ ചിലപ്പം വെള്ളമൊക്കെ തെറിക്കും. അതുകൊണ്ട് എനിക്ക് പേടിയാ. അന്നേരം അതിന് മുമ്പേ ഓക്കെ. ഈ ചിക്കൻ ആണെങ്കിലും ഈ മുരിഞ്ഞു വരുന്ന സമയത്തുണ്ടല്ലോ, ഏറ്റവും കൂടുതൽ ഫ്ലേവർ തരുന്ന ഏതാണെന്നറിയോ? നമ്മുടെ തൈം ഒരിച്ചിരി ഇട്ട് കൊടുക്കുവാണെങ്കിൽ. ഒരുപാടല്ല, കുറച്ചൊരു പിഞ്ച് അല്ലേ, എല്ലാ ചിക്കനകത്തോട്ടും ഒന്ന് അതിൻ്റെ ഒരു ഇല തട്ടിയാൽ മതി, അത്ര മതി. ഇനിയിപ്പോൾ ഈ ചിക്കൻ വറക്കുന്നത് ഈ പറഞ്ഞ പോലെ വേവൊന്നുമില്ല, നമ്മൾ തിരിച്ച് കറിയിലോട്ട് ഇട്ടേച്ചാ ചെയ്യാൻ പോകുന്നത്. ഇങ്ങനത്തെയൊക്കെ കറികളുണ്ടല്ലോ ഇപ്പോഴത്തെ പിള്ളേർക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടും. കാര്യം പിസ്സ, ഡോമിനോസ്, പാസ്ത അങ്ങനെയൊക്കെ കഴിക്കുന്ന പിള്ളേർക്കാണെങ്കിൽ ഒത്തിരി ഇഷ്ടമാവും. സെക്കൻഡ് ഇടുമ്പോൾ ഞാൻ കുറച്ച് മൈദയും കൂടെ കോട്ട് ചെയ്ത് വെച്ചിടുക. ഇത് വേണ്ടാന്നുണ്ടെങ്കിൽ കോൺഫ്ലവർ ആണേ, അതല്ല ഇതൊന്നും വേണ്ടാന്നുണ്ടെങ്കിൽ ഇത് സ്കിപ്പ് ചെയ്യുകയും ചെയ്യാം, ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. മൈദ തേച്ചിട്ട് നമ്മൾ ചെയ്യുവാണെങ്കിലുണ്ടല്ലോ, കുറച്ച് ഇതേപോലെ ഒത്തിരി സമയം എടുക്കത്തില്ല, പെട്ടെന്ന് മുരിയും. അപ്പൊ ഏതാ നിങ്ങൾക്ക് സൗകര്യം എന്ന് വെച്ചാൽ അത് ചെയ്യാം. മൈദ ഇട്ടാലും കുഴപ്പമില്ല, ഇട്ടില്ലേലും കുഴപ്പമില്ല, കോൺഫ്ലവർ ആണെങ്കിലും കുഴപ്പമില്ല, ഇല്ലേലും കുഴപ്പമില്ല. ഇത് ആ ടൈം എടുക്കുന്നേ ഉള്ളൂ. പിന്നെ ഈ പറഞ്ഞ പോലെ കുറച്ച് കുറുകാനുള്ള കൺസിസ്റ്റൻസി നമ്മൾ കൊടുക്കുമ്പോൾ അതും ഗ്രേവി കുറുകാനും ഹെൽപ്പ് ചെയ്യും. ഇതെല്ലാം പോയിട്ട് ഓരോ സാധനങ്ങൾ ചേർക്കുമ്പോൾ ഞാൻ ഒരു സ്പൂൺ മൈദ ഇടും, അത് വേറെ കാര്യം. ടു മേക്ക് ഇറ്റ് എ വൈറ്റ് സോസ്, അതാകുമ്പോൾ കുറച്ചുകൂടെ നല്ലതല്ലേ. ഓക്കെ, നമ്മുടെ ചിക്കൻ എല്ലാം നമ്മൾ വറുത്ത് കഴിഞ്ഞ് ഇനി ഇതിനകത്തോട്ട് ഞാൻ കുറച്ച് ബട്ടർ ഇടാൻ പോവാ. ഇനി ഇതിനകത്തോട്ട് ഒരു ഇച്ചിരി ചെറിയ ഉള്ളി അരിഞ്ഞത്, ഒരുപാട് വേണ്ട, കുറച്ച്. ഞാൻ പറയാം, ഒരു വലിയ ഉള്ളിയാണെങ്കിൽ ഒരു 5-6 എണ്ണം അത്ര മതി. ഇതിന്റെ കൂടെ തന്നെ എല്ലാം 1 by 1 ഇടാവേ. ഇതിനൊന്നും ഒത്തിരി വഴറ്റലോ പിടിക്കലോ മൊരിയലോ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. അപ്പൊ ഇതിന്റെ കൂടെ തന്നെ ഇനി ഞാൻ ക്യാരറ്റ്, സെലറി ഇടാൻ പോവാം. ഇതിന്റെ കൂടെ സെലറി ഇടുക, കുറച്ച് ഉപ്പ്, കുരുമുളക്. ഉപ്പ് ഇടുമ്പോൾ സൂക്ഷിക്കണം, കാര്യം എന്താണെന്ന് വെച്ചാൽ
നമ്മൾ സ്റ്റോക്കിനകത്ത് ഉപ്പിട്ടേച്ചാൽ നമ്മൾ സ്റ്റോക്ക് ഉണ്ടാക്കിയേക്കുന്നത്. അപ്പം അതുകൊണ്ട് ഈ പച്ചക്കറിയിൽ പിടിക്കാനുള്ള ഉപ്പ് മാത്രമേ ഇടാവുള്ളൂ. അതേപോലെ തന്നെ സ്റ്റോക്ക് ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഇച്ചിരി കുരുമുളക് ഇടും. അപ്പം അത് ഇട്ടില്ലെങ്കിൽ കുഴപ്പമില്ല. അതല്ല, അതുകൊണ്ട് ഈ പച്ചക്കറി പിടിക്കുന്ന വേണ്ടിയിട്ടുള്ള കുരുമുളക് മാത്രമേ ഞാൻ ഇടുന്നുള്ളൂ. ഒരുപാട് പച്ചക്കറിയൊക്കെ ഒരുപാട് വേവിച്ച് അതിൻ്റെ ഗുണങ്ങൾ കളയരുതെന്നാണ് അവരൊക്കെ പറയുന്നത്. അതുകൊണ്ട് ഒന്ന് സോട്ട് ചെയ്യാൻ മാത്രമേ പാടുള്ളൂ. അപ്പോൾ ഇതിനെ ഒന്ന് ഡീഗ്ലേസ് ചെയ്യാനായിട്ട് ഞാൻ ഇച്ചിരി വൈൻ ഒഴിക്കുക. വൈൻ ഒഴിക്കുന്നതിന് മുമ്പ് ഒരു കാര്യമുണ്ട്, കുറച്ച് അതിൻ്റെ സോസ് ഒന്ന് കട്ടിയാവാൻ നമുക്കൊരു ഇച്ചിരി മൈദ ഇതിനകത്തോട്ട് ഇടാനുണ്ട്. ഓപ്ഷനിലാണ്, വേണമെങ്കിൽ മാത്രം ഇട്ടാൽ മതി, അല്ലെങ്കിൽ ആരും ഇടണ്ട. എന്നിട്ട് ഈ മൈദ ഒരു ഇച്ചിരി നമ്മൾ വൈറ്റ് സോസിനൊക്കെ മൂപ്പിക്കുന്ന പോലെ ഒന്ന് മൂപ്പിച്ചെടുക്കുക. നമ്മുടെ ഈ ചീനച്ചട്ടി ഒരു ഇച്ചിരി കട്ടി കൂടുതലായതുകൊണ്ട് ഈ പറഞ്ഞ പോലെ വലിയ സമയം എടുക്കുകയല്ല. പക്ഷെ ഞാൻ തീ കുറച്ചാണ് വെച്ചേക്കുന്നത്. ഓക്കെ, ഇനി ഞാൻ ഒരു ഇച്ചിരി വൈൻ ഒഴിക്കുക. അത് റെഡ് വൈൻ ആവാം, അല്ലെന്നുണ്ടെങ്കിൽ വൈറ്റ് വൈൻ ആവാം. ഒത്തിരി ഒഴിക്കണ്ട, വെച്ചാൽ പുളി കൂടും. ഇതിൻ്റെ കൂടെ 1 ടീസ്പൂൺ അളവിനുള്ള ഡിജോൺ മസ്റ്റേർഡും കൂടി ഇടുവാണേ. ഡിജോൺ കമ്പനിയുടെ നല്ലതാണ്. അതല്ല, കിട്ടുന്ന ഏതാന്ന് വെച്ചാൽ അതിട്ടാലും മതി. 1 ടീസ്പൂൺ മതിയാവും. ഓക്കെ, ഇതിനകത്തോട്ട് ഇനി നമ്മൾ ഉണ്ടാക്കി വെച്ച ചിക്കൻ സ്റ്റോക്ക്. ഇനിയിപ്പോൾ സ്റ്റോക്കായിട്ട് നമ്മളൊന്നും ഉണ്ടാക്കിയില്ല എന്നുണ്ടെങ്കിൽ ടെൻഷൻ വേണ്ട. നമുക്ക് ഈ പറഞ്ഞ പോലെ വെള്ളം ഒഴിച്ചാലും മതി. ചിക്കൻ വറുത്തപ്പം മാത്രമേ നമ്മൾ ഈ പറഞ്ഞ പോലെ തൈം ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. ഞാൻ ഒരു ഇച്ചിരി കൂടി ഇടാൻ പോവുക. എന്നാലേ ആ ഫ്ലേവറില്ലേ മുന്നേ നിൽക്കുകയുള്ളൂ. ചിലർ ക്രഷ് ചെയ്തിടും, അല്ല ക്രഷ് ചെയ്യണ്ടെന്നുണ്ടെങ്കിൽ ഇടണ്ട, ഏതായാലും ഞാൻ ഇങ്ങനെ ഇടാറുള്ളൂ. ഓക്കെ, ഇനി ഇതൊന്ന് തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് ചിക്കൻ ഇതിനകത്തോട്ട് ചേർക്കാം. ചിക്കൻ ഒട്ടും വെന്തിട്ടില്ല, ഒരു ഹാഫേ പോലും ആയിട്ടില്ല, കാൽഭാഗം. അതായത് നമ്മുടെ ചിക്കൻ്റെ മേൾഭാഗം ഒന്നും മുരിഞ്ഞിട്ടേ ഉള്ളൂ, അല്ലാതെ വേറെ ഒന്നും സംഭവിച്ചിട്ടില്ല. അതുകൊണ്ട് വേവാനുണ്ട്. അതുകൊണ്ട് ഇതൊന്ന് തിളച്ച് കഴിയുമ്പോഴത്തേക്ക് ചിക്കൻ ബാക്ക് ടു ദ ഗ്രേവി. ഞാൻ തിളച്ചു, ഞാൻ പറഞ്ഞില്ലേ കട്ടിയുള്ള ഒരു പാത്രം വയ്ക്കുവാണെങ്കിൽ എന്ത് വേഗമാണെന്നറിയോ കാര്യങ്ങൾ നടക്കുന്നത്. ചിക്കനകത്ത് നിന്ന് കിട്ടിയ ജ്യൂസ് അതെല്ലാം ബാക്ക് ടു ദ ഗ്രേവി. ഈ സമയത്ത് ഉപ്പ്, എരിവ്, പുളി ഇതെല്ലാം ഈ സമയത്ത് നോക്കാം. നോക്കിയിട്ട് ഏറ്റക്കുറച്ചിലുണ്ടെന്നുണ്ടെങ്കിൽ അത് എടുക്കാവുന്നതേ ഉള്ളൂ, ചെയ്യാവുന്നതേ ഉള്ളൂ. ഇനി ഞാൻ എന്നാ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ചിക്കൻ ഒന്ന് ഇച്ചിരി വെന്ത് കഴിയണം. അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചിക്കൻ വെന്ത് കഴിഞ്ഞിട്ട് ഈ പറഞ്ഞ പോലെ ക്രീം ചേർക്കാം. അതല്ല, ചിക്കൻ വേവുന്നതിന് മുമ്പ് ആ ഒരു ഫ്ലേവറും കൂടെ അതിനകത്തോട്ട് പിടിക്കണ്ടായോ. അതുകൊണ്ട് ഞാൻ പറയുന്നത് കുറച്ചൊന്ന് ക്രീം ചേർക്കുന്നതുകൊണ്ട് തെറ്റൊന്നുമില്ല. പിന്നെ ലാസ്റ്റ് കുറച്ചൊന്ന് ചേർക്കാം വാങ്ങാൻ നേരം. പിന്നെ ഇത്രയേ ഉള്ളൂ ചിക്കൻ്റെ ഒരു നമ്മൾ ഫ്രഞ്ച് ചിക്കൻ വെക്കുന്നത്. അവർ ശരിക്കും പറഞ്ഞാൽ ഇത്രയെല്ലാം ചേർത്തേച്ച് ഓവണിനകത്തോട്ട് വെച്ചിട്ട് ബേക്ക് ചെയ്തെടുക്കുക ചെയ്യുക. അപ്പോൾ ഇനി ചിക്കൻ വേവാൻ സമയമുണ്ട്. പക്ഷേ ഇന്ന് ഗസ്റ്റ് ആരാന്ന് ഞാൻ പറഞ്ഞില്ല, ഇന്ന് വേറെ ആരുമല്ല വരുന്നത്, ലെനയാണ് വരുന്നത്. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, ചിക്കൻ വേവിച്ച് ഒരു നല്ല ഇതിനോട് ബെസ്റ്റ് കോമ്പിനേഷൻ എന്താണെന്നറിയോ, ഗാർലിക് ബ്രെഡ് ബെസ്റ്റാണ്. അപ്പോൾ അതൊക്കെ കൂട്ടി കഴിക്കുമ്പോൾ അതിൻ്റെ ഒരു കോമ്പിനേഷൻ നിറച്ച് ഫ്രഞ്ച് ഫ്രൈസ് ഒക്കെ വെച്ച് അങ്ങനെ സെർവ് ചെയ്യാവുള്ളൂ. എന്നാൽ അത് പ്രസൻറ്റേഷനിലാണ് കാര്യങ്ങൾ ഇരിക്കുന്നത്. ഒരു ഭക്ഷണത്തോടൊരു ഇഷ്ടം വരുന്ന പ്രസൻറ്റേഷനിലുണ്ട്. അതേപോലെ നിറവോടുകൂടിയും സന്തോഷത്തോടുകൂടിയും എന്നാ പറയുക, ഒത്തിരി അറിഞ്ഞു വിളമ്പുക അതൊക്കെ പറയില്ലേ എന്ന് പറയുന്ന പോലെ കുറേ പ്രോവർബ്സ് ഉണ്ട്. അതൊക്കെ തികഞ്ഞു വരണമെങ്കിൽ നമ്മൾ അതേപോലെ കറി പ്രസൻറ്റ് ചെയ്യുകയും ഉണ്ടാക്കുകയും ചെയ്യണം. Let's cook with love.